അഗ്നിമയമായ ദൈവ സാന്നിധ്യവും അതിലുള്ള മഹത്വവും. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സെക്കറിയാവിൻ്റെ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിന് തൻ്റെ ജനവുമായുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ 2 തലങ്ങളാണ് ഈ ദൈവിക വാഗ്ദത്തത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ദൈവിക സംരക്ഷണവും നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യവും. യെരുശലേം നശിപ്പിക്കപ്പെടുകയും അതിൻ്റെ ആളുകൾ ചിതറിപ്പോകുകയും ചെയ്തപ്പോൾ കേവലം ഒരു പുനഃസ്ഥാപനത്തിന് മാത്രമല്ല, ദൈവിക അഗ്നിമയമായ സംരക്ഷണവും മഹത്വമേറിയ സാന്നിധ്യവും ദൈവം അവിടെ പ്രഖ്യാപിച്ചു. തീമതിൽ എന്നത് ദൈവിക സുരക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പുരാതന നഗരങ്ങളിൽ മതിലുകൾ ശക്തി, സുരക്ഷ, രാജ്യത്തിൻ്റെ പെരുമ എന്നിവയുടെ പ്രതീകമായിരുന്നു. എന്നാൽ ഇവിടെ കല്ലുകളോ മനുഷ്യനിർമ്മിതമായ പ്രതിരോധമോ അല്ല, മറിച്ച് തീയായി ജീവനുള്ളതും സജീവമായതും ശുദ്ധീകരിക്കുന്നതുമായ ആർക്കും ഭേദിക്കുവാനാകാത്തതുമായ ദൈവ സാന്നിധ്യം ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. തീ ശത്രുവിനെ തടയുകയും വഴി പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നു. ദൈവിക സംരക്ഷണം ആത്മികവും അമാനുഷികവുമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാഗ്ദത്തം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഹോവ സീയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. ഈ 2 വാക്യങ്ങളിലും തീയും മഹത്വവും ദൈവത്തിന് തൻ്റെ ജനവുമായുള്ള അടുത്ത ബന്ധത്തെയാണ് കാണിക്കുന്നത്. അവരെ സംരക്ഷിക്കുകയും അവരിൽ നിറയുകയും ചെയ്യുന്നു. അത് വെറും ഒരു സംരക്ഷണം മാത്രമല്ല, തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു മഹത്വമായിരിക്കും എന്ന് അവർ പറയും. ഇത് നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ന് ക്രിസ്തുവിലൂടെ വിശ്വാസികളായ നാം ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ മഹത്വം നമ്മിൽ വസിക്കുന്നു. വിശുദ്ധ തീയാൽ നമ്മെ ചുറ്റി പടർന്ന് അവിടുത്തെ നിത്യ മഹത്വത്താൽ നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവ സാന്നിധ്യത്തിൽ നാം സുരക്ഷിതരും വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഗോഡ് ബ്ലസ് യു.